എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു തേങ്ങ ചമ്മന്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ടും ചേർക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 വെള്ളുള്ളി, പിന്നെ അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിൽ മിക്സ് ചെയ്ത് ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്നിവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 5-8 ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, വറ്റൽ മുളക്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതലിടാം. ഇതിലിപ്പോൾ ഞാൻ ഒരു 8-9 ഇട്ടിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബ്രൗൺ നിറമാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഉഴുന്ന് പരിപ്പല്ലാതെ ബ്രൗൺ നിറമായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു അരമുറി നാളികേരം ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറിയുടെ അടുത്ത് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇനി ഇത് അധികം ഒന്ന് വറുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് വിട്ടാൽ മതി. അപ്പോൾ ആ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഈ പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾക്ക് ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കരിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി അതിലേക്ക് ഞാൻ ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, പൊടി ഉപ്പ്. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 1/2 മുറി ചെറുനാരങ്ങ, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതാണ്. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ നാരങ്ങ നല്ല നീരുള്ളതാണെങ്കിൽ 1 മതിയാവും നമ്മുടെ ഈ ചമ്മന്തിയുടെ അളവിന്. ഇതിലേക്ക് ഞാൻ പുളി ചേർക്കുന്നില്ല, നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം തീരെ ചേർക്കണ്ട. എന്നിട്ട് നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. അപ്പോൾ ശരിക്കും ഇത് അമ്മിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് അമ്മിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു അയവിലാണ്, കണ്ടീഷനിലാണ് ഞാൻ ഇവിടെ ചമ്മന്തി അരച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല തരിതരിപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഞാൻ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കാത്തവർ, ചെറുനാരങ്ങ നീരെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചോറുണ്ണാൽ ഇത് തന്നെ മതിയാവും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എൻ്റെ ഈ തേങ്ങ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ഉപ്പും മുളകൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ ചമ്മന്തി ആ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്നൊരു കറി, പരിപ്പും ചുവന്നുള്ളിയും കൂടി വെച്ച ഒരു കറിയാണ്. ഇത് രണ്ടും മതിയാവും. വീണ്ടും ഇതുപോലെ സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.